ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുയേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രതയോ ജോലി സ്ഥിരതയോ അല്ലെങ്കിൽ ഉറപ്പുള്ള മനുഷ്യബന്ധങ്ങളോ പെട്ടെന്ന് തകർന്നു പോയേക്കാം. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാറുമ്പോൾ നിൽക്കുന്ന മണ്ണ് തന്നെ ഒലിച്ചു പോകുന്ന പോലെ നിരാശപ്പെടാറില്ലേ നമ്മൾ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ മാറാത്തതും തകരാത്തതുമായ ഒരു ഉറച്ച പാറയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ശക്തമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 13:31 വചനം ഇപ്രകാരം പറയുന്നു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. കൂറ്റൻ കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട ആ ദൈവാലയത്തിന്റെ പ്രൗഢി കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ലോകത്തിലെ സാമ്രാജ്യങ്ങളും ഭൗതിക സമ്പത്തും മനുഷ്യന്റെ വാക്കുകളും താൽക്കാലികം മാത്രമാണെന്ന് കാണിച്ചു കൊടുത്ത ശേഷമാണ് കർത്താവ് വചനം സംസാരിക്കുന്നത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, മാറുന്ന ലോകത്തിലല്ല, മാറാത്ത ദൈവവചനത്തിലാണ് നമ്മുടെ ജീവിതം പണിയേണ്ടത് എന്ന്. ഈ ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം മാറുന്നു. മനുഷ്യർ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, സമ്പത്തും സ്ഥാനവും ആരോഗ്യവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഒരിക്കലും മാറുന്നില്ല, അത് കർത്താവിൻ്റെ വിശുദ്ധമായ വചനമാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അടിത്തറ ദൈവവചനമായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ ചിലപ്പോൾ നിറവേറാതെ പോകാം, എന്നാൽ കർത്താവ് പറയുന്ന ഓരോ വചനവും വിശ്വസ്തമാണ്. അവൻ്റെ വാഗ്ദാനം നമുക്ക് രക്ഷ, സമാധാനം, പ്രത്യാശ, നിത്യജീവൻ ഇവയെല്ലാം വളരെ ഉറപ്പുള്ളതാണ്, ശക്തിയുള്ളതാണ്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ പോലും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിശ സൂചികയാണ്. ഒരു കപ്പലിന് വഴി കാട്ടുന്ന ദിശാസൂചിക എത്ര പ്രധാനമാണോ അതിനേക്കാൾ പ്രധാനമാണ് ദൈവവചനം. ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, ഭയവും നിരാശയും അനുഭവിക്കുമ്പോൾ ദൈവവചനം നമ്മെ ശരിയായ വഴിയിലേക്ക് കൃത്യമായി നയിക്കും. ദൈവവചനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു. ബൈബിൾ ഒരു സാധാരണ പുസ്തകമല്ല, വെറുതെ വായിച്ചു കളയാനുള്ളതല്ല. അത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അത് ഹൃദയങ്ങളെ മാറ്റുന്നു, പാപിയെ വിശുദ്ധനാക്കുന്നു, നിരാശനായവന് പ്രത്യാശ നൽകുന്നു, ബലഹീനന് ശക്തി നൽകുന്നു. അതുകൊണ്ട് ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ അനുസരിക്കുകയും വേണം. നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം പോലും ഒരു നാൾ ആകും. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറുകയില്ല. നമ്മുടെ സാഹചര്യങ്ങൾ മാറാം, ആളുകൾ തന്നെ നമ്മെ ഉപേക്ഷിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കും. ഭയത്തിന് പകരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പിടിച്ച ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അവൻ്റെ വചനത്തിൽ അടിയുറച്ച് ജീവിച്ചാൽ ഒരു കൊടുങ്കാറ്റും നമ്മെ തകർക്കാൻ കഴിയുകയില്ല. വാഗ്ദത്തം അവൻ ചെയ്തവൻ വിശ്വസ്തനാണ്, എന്നേക്കും വിശ്വസ്തനാണ്. ഇന്ന് നമുക്ക് സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവവചനം എൻ്റെ ദൈനംദിന ജീവിതത്തെ കൃത്യമായി നയിക്കുന്നുണ്ടോ? നമുക്ക് മനുഷ്യരുടെ അഭിപ്രായങ്ങളെക്കാൾ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കാം. കാരണം കാലങ്ങൾ മാറിയാലും ദൈവത്തിൻ്റെ സത്യം എന്നും നിലനിൽക്കും. കർത്താവ് തൻ്റെ വിശുദ്ധ വചനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള വിശ്വാസം നമുക്ക് നൽകുകയും ആ വചനപ്രകാരം ജീവിക്കാനുള്ള കൃപ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.